ജില്ലയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പിനിരയായ കണ്ണപുരം സ്വദേശിക്ക് 38,469 രൂപയാണ് നഷ്ടപ്പെട്ടത്. വാട്സ്ആപ്പ് മെസ്സേജ് കണ്ട് അതിൽ വന്ന ആപ്ലിക്കേഷൻ വഴി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ലാഭം ലഭിക്കുന്നതിനായി തട്ടിപ്പുകാരുടെ നിർദ്ദേശപ്രകാരം വിവിധ അക്കൗണ്ടുകളിലേക്കായി പണം നൽകുകയായിരുന്നു. നിക്ഷേപിച്ച പണമോ വാഗ്ദാനം ചെയ്ത ലാഭമോ ലഭിക്കാതെ വന്നപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. സൈബർ പോലീസ് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ സൈബർ കുറ്റകൃത്യങ്ങളെപ്പറ്റി നിരന്തരം ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് അറിയിച്ചു. അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കരുത്, അജ്ഞാത വീഡിയോ കോളുകൾ എടുക്കരുതെന്നും പോലീസ് അറിയിച്ചു. നവമാധ്യമങ്ങളിൽ കാണുന്ന പരസ്യങ്ങൾക്ക് പിന്നാലെ പോയി പണം നഷ്ടപ്പെടുത്തുന്നവരാണ് പലരും. വിദേശത്ത് നിന്ന് പണം അയക്കുന്നവർ ഏജന്റ് മുഖേന പണം അയക്കാതെ ബാങ്കുകൾ വഴിയും മണി ട്രാൻസ്ഫർ വഴിയും പണം അയക്കണം. അല്ലാത്ത പക്ഷം ബന്ധപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് ഫ്രോഡ് പണം വരാനും അത് ഹോൾഡ് ലൈൻ ആകാനുമുള്ള സാധ്യത കൂടുതലാണെന്നും പോലീസ് പറയുന്നു. വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ട്രേഡിംഗ് ചെയ്യുന്നതിനും പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിനും പണം നൽകാതിരിക്കണമെന്നും ഓൺലൈൻ ലോൺ നൽകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും അങ്ങോട്ട് പണം അയച്ചു കൊടുക്കുകയോ അവർ നൽകുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുതെന്നും പോലീസ് അറിയിച്ചു. അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് പോലീസിൽ നിന്നാണെന്നും കൊറിയയിൽ നിന്നാണെന്നും നിങ്ങൾക്കെതിരെ കേസുണ്ടെന്നും മറ്റും പറഞ്ഞു വിളിക്കുന്ന കോളുകളോട് പ്രതികരിക്കാതിരിക്കണമെന്നും ഒരു കാരണവശാലും അക്കൗണ്ട് വിവരങ്ങളോ ആധാർ പോലുള്ള ID വിവരങ്ങളോ ആർക്കും ഷെയർ ചെയ്യരുതെന്നും സൈബർ പോലീസ് അറിയിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.